പോക്സോ നിയമത്തിൽ റോമിയോ ജൂലിയറ്റ് വകുപ്പ് ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. കൗമാരക്കാരുടെ പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധങ്ങളെ ക്രിമിനൽ നടപടിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് പോക്സോ നിയമത്തിൽ റോമിയോ ജൂലിയറ്റ് വകുപ്പ് ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. ഇനി എന്താണ് ഈ റോമിയോ ജൂലിയറ്റ് വകുപ്പ് എന്ന് നോക്കാം. കൗമാരക്കാർ തമ്മിലുള്ള സമ്മതപ്രകാരമുള്ള ബന്ധങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് റോമിയോ ജൂലിയറ്റ് വകുപ്പ് കൊണ്ട് കോടതി ലക്ഷ്യമിടുന്നത്. ഷേക്സ്പിയറിന്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന പ്രശസ്ത നാടകത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതിയുടെ ഈ നിർദ്ദേശം. ലൈംഗിക ബന്ധത്തെ കുറ്റകരമായി കണക്കാക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്ന സാഹചര്യം കണക്കിലെടുത്ത് അമേരിക്കയിലാണ് ഈ നിയമം ആദ്യം നിലവിൽ വന്നത്. കൗമാരക്കാർ തമ്മിലുള്ള ബന്ധത്തിൽ 2 മുതൽ 5 വർഷം വരെ പ്രായവ്യത്യാസമുള്ള ആളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് കുറ്റകരമല്ലെന്നാണ് ഈ നിയമം പറയുന്നത്. പലപ്പോഴും കുടുംബങ്ങൾ കൗമാരക്കാർ തമ്മിലുള്ള ബന്ധങ്ങളെ എതിർക്കുകയും പല സന്ദർഭങ്ങളിലും കൗമാരക്കാർക്കെതിരെ ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്യുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. കുട്ടികളെ സംരക്ഷിക്കാൻ നിർമ്മിച്ച പോക്സോ നിയമം പലപ്പോഴും വ്യക്തിപരമായ പകപോക്കലിനും കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കുന്നതിനുമുള്ള ആയുധമായി മാറുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. യഥാർത്ഥ ലൈംഗിക ചൂഷണവും കൗമാര പ്രണയവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക എന്നതാണ് ഈ നിയമം ലക്ഷ്യമിടുന്നത്. 16 വയസ്സുള്ള പെൺകുട്ടിയുടെ സമ്മതം നിയമപരമെന്ന് കണക്കാക്കുന്നതായിരുന്നു 1940 മുതലുള്ള ഇന്ത്യയിലെ നിയമം. 2012 പോക്സോ നിയമം വന്നതോടെ ഇത് 18 ഉയർത്തി. 18 വയസ്സിന് താഴെയുള്ള ഒരാളുമായുള്ള ഏതൊരു ലൈംഗിക പ്രവൃത്തിയും സമ്മതത്തോടെ ആണെങ്കിലും നിയമപരമായ ബലാത്സംഗമായി കണക്കാക്കപ്പെടുന്നു. പ്രായപൂർത്തിയാക്കാത്ത 2 കൗമാരക്കാർ തമ്മിലുള്ള പ്രണയബന്ധങ്ങളെ ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് വേർതിരിച്ചു കാണണമെന്നും ഇത്തരം കേസുകളിൽ നിയമം ദുരുപയോഗം ചെയ്യുന്നത് തടയണമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു.